അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്ന സൂഫിസവും ഷേഖ് ഫരീദ് ഔലിയയും എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കാനിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹംസ സാഹിബ്, മറ്റ് പണ്ഡിതന്മാരെ, ഷേഖ് ഫരീദ് ഔലിയ ചരിത്രവും ചരിത്ര ശേഖരണവും എന്ന വിഷയത്തെ സംബന്ധിച്ച് വിശദീകരിക്കപ്പെടാനാണ് ഞാൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. ചരിത്രം വളരെ വിശാലമാണ്. പരിമിതമായ ഈ സമയത്ത് വൈകിയവേളയിൽ ചരിത്രം വിശദീകരിക്കുന്നില്ല. ആ ചരിത്രം ശേഖരിക്കാനുണ്ടാവുന്ന പശ്ചാത്തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ച് ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. 1990 ഇവിടുത്തെ മക്കാമ് അതിനു മുമ്പ് പഴയ ആകൃതിയിലുള്ള ഒരു ചാരഴിയുള്ള ഭൂമുഖവും തട്ടോടുകൂടിയുള്ള ബഹുമാനപ്പെട്ട മഹാനവർകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു റൂമും, അങ്ങനെ വളരെ പരിമിതമായ സൗകര്യമുള്ള ഒരു കെട്ടിടമായിരുന്നു ആ കാലഘട്ടത്തിലുള്ള കമ്മിറ്റി. ജാമിഅ നൂരിയയിൽ ഞാൻ പഠനം ആരംഭിച്ച വർഷമാണ് 1990. അന്ന് തന്നെ നമ്മുടെ മഹല്ല് കമ്മിറ്റിയിലെ ഒരു കന്നി അംഗമായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ആ പഴയ കെട്ടിടം പൊളിച്ച് ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനമാവുകയും അത് പൊളിക്കുകയും ചെയ്ത അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയ സമയത്താണ് പലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷേഖ് ഫരീദ് ഔലിയ മഹാനവറുകളുടെ ചരിത്രം ശേഖരിക്കാൻ വേണ്ടിയുള്ള ആവശ്യം വളരെ ശക്തമാവുന്നത്. എനിക്കും വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ചരിത്രം ഒന്ന് ശേഖരിക്കണം, എന്താണതിന് ഒരു വഴി എന്നത്. കാരണം ഉണ്ടായിരുന്നു, ജാമിഅ നൂരിയയിൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ കർണാടകയുടെ തെക്കേ അറ്റത്തുള്ള ഭാഗങ്ങളിലുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ പല ഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുമൊക്കെ അന്ന് ജാമിഅ നൂരിയയിൽ പഠിക്കാൻ വേണ്ടി വന്ന എൻ്റെ കൂട്ടുകാരായിട്ടുണ്ടായി. ഒടമല എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടുന്ന, നാടിൻ്റെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു സഹോദരൻ ചോദിക്കുകയുണ്ടായി, ഈ ഒടമല എന്ന് പറയുന്നതും ഒഡോല എന്ന് പറയുന്നതും ഒരു സ്ഥലം തന്നെയാണോ? ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ വളരെയധികം ആശ്ചര്യത്തോടെ കൗതുകത്തോടു കൂടി ഈ സ്ഥലത്തെക്കുറിച്ച് അവർ അന്വേഷിക്കുകയും ഞങ്ങളുടെ നാട്ടിൽ ഒഡോലപ്പാപ്പാൻ്റെ പേരിലുള്ള വളരെ വിപുലമായ നേർച്ചകൾ വർഷാവർഷം നടക്കാറുണ്ട് എന്നവർ പറഞ്ഞു. അങ്ങനെ വലിയ വിധത്തിലുള്ള വളരെ ആഘോഷപൂർവം അവിടെ വർഷങ്ങളിൽ ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള നേർച്ച നടക്കാറുണ്ടെന്നും, മൗലിദ് പാരായണത്തിന് ശേഷം ഉണങ്ങിയ അയില ചുട്ട് ആ അയില അത് എല്ലാവർക്കും ഒരു ചെറിയ ഭാഗം നുള്ളിക്കൊടുത്ത് ആദ്യം അത് ചെയ്തതിന് ശേഷം പിന്നീടാണ് ചോറും ഇറച്ചിയൊക്കെ വിളമ്പാറുള്ളത്. എന്താണ് അവിടുത്തെ ചരിത്രങ്ങൾ, കഥ എന്നൊക്കെ അവരന്വേഷിച്ചു. അതേപോലെ തന്നെ അന്ന് ജാമിഅ നൂരിയയിലെ വളരെ പ്രഗത്ഭനായിരിക്കുന്ന ബഹുമാനപ്പെട്ട കിടങ്ങഴി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവർ അല്ലാഹു മർഖദ ബഹുമാനപ്പെട്ടവരും എന്നോടൊരിക്കൽ ഈ ഒഡോലപ്പാപ്പ എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ആ ഒഡോലയാണോ നിങ്ങൾ പറയണേ ഒടമല എന്ന്? ഞാൻ അതേ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരും ഇവിടുത്തെ കാര്യം അന്വേഷിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇങ്ങനെ പല ഭാഗങ്ങളിലും ഞാൻ പലരുമായി ബന്ധപ്പെട്ടപ്പോഴും അവിടുത്തെ മക്കാമിലെ ചരിത്രം എന്താണെന്ന് അന്വേഷിക്കാറുണ്ട്.
ഈ മഹാനെക്കുറിച്ച് നമ്മുടെ കേരളത്തിൽ എന്ന് മാത്രമല്ല തമിഴ്നാട്, കർണാടക തുടങ്ങിയ പല ഭാഗങ്ങളിലും ബഹുമാനപ്പെട്ടവരുടെ പേരിലുള്ള നേർച്ച അതിവിപുലമായി നടക്കാറുണ്ട്. അതുപോലെ തന്നെ അവിടേക്കുള്ള വലിയ സംഭാവനകൾ. അപ്പോൾ വയനാട് ജില്ലകളിലൊക്കെ അവർ പറഞ്ഞു എല്ലാ വർഷവും ഇവിടെ മക്കാമിലേക്കുള്ള പിരിവുകാർ വരാറുണ്ട്. ആ ഭാഗത്തുള്ള കാർഷിക കുടുംബങ്ങളൊക്കെ അവരുടെ വിളവുകളിൻ്റെ നല്ലൊരു ഭാഗം ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവരുടെ പേരിൽ നേർച്ചയാക്കാറുണ്ട്, പതിവുണ്ട് എന്നവർ പറഞ്ഞു. ഏറ്റവും കൂടുതൽ കുരുമുളക്, ചാക്ക് കണക്കിന് കുരുമുളക് പിരിച്ചെടുത്ത് അവിടുന്ന് കൊണ്ടുവരാറുണ്ട്. അതൊക്കെ ഇവിടെ എത്താറുണ്ടോ എന്നൊക്കെ അവർ അന്വേഷിക്കാറുണ്ട്. നമുക്കത് അറിയാം അവിടുന്ന്. പക്ഷേ ഇവിടുന്ന് മക്കാമിൽ മുമ്പൊക്കെ പത്രപരസ്യം ചെയ്യുമ്പോൾ തന്നെ മക്കാമിൻ്റെ പിരിവിനെ വേണ്ടി ആരെയും ഇവിടെ നിന്ന് നിശ്ചയിച്ചിട്ടില്ല. അത്തരം വ്യാജ പിരിവുകാരെ കൊണ്ടാരും വഞ്ചിതരാവരുത് എന്ന് പത്രത്തിൽ പ്രത്യേകം കൊടുക്കാറുണ്ടായിരുന്നു. ഈ മഹാന്റെ പേര് പറഞ്ഞ് ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ തോതിൽ പിരിവ് നടത്തി സ്വന്തം കാര്യങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ബഹുമാനപ്പെട്ടവർ ഇത്രയും വലിയ പ്രചാരണം ഇദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായത് എന്നറിയില്ല. പലർക്കും അവരുടെ അനുഭവങ്ങൾ തന്നെയായിരിക്കും പറഞ്ഞു കേട്ട് ഇവിടുത്തെ പ്രത്യേകതകൾ കുറിച്ച്, അഥവാ ഈ ചർമ്മരോഗങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫലവത്താവുന്ന ഒരു അവസ്ഥ ബഹുമാനപ്പെട്ടവരുടെ കറാമത്തായി പലർക്കും പ്രകടം. ഈ അടുത്ത കാലത്ത് ഞാൻ കുമരമ്പത്ത് ജോലി ചെയ്യുമ്പോൾ പോലും അവിടുത്തെ ഒരു വലിയ സമ്പന്ന കുടുംബത്തിലെ ഒരു വ്യക്തി 100 രൂപയും മക്കാമിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ അടുക്കൽ തരികയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ എടത്തനാട്ടുകര ഭാഗത്തുള്ള പുതിയ വിധൈ പ്രസ്ഥാനക്കാരിൽ നിന്ന് അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് നേർച്ചയാക്കിയതാണെന്ന് പറഞ്ഞു. കാര്യം അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ചെറുപ്പത്തിൽ ശരീരത്തിൽ മുഴുവനും അരിമ്പാറ മൊത്തം നിറഞ്ഞിക്കാം, മുഖത്തും ശരീരത്തിലൊക്കെ. അപ്പോൾ ഉമ്മ പറഞ്ഞു, ഒടോലപ്പാപ്പാൻ്റെ പേരിൽ നിങ്ങൾ 100 റുപ്യ നേർച്ചയാക്കിക്കളാം, അത് മാറിക്കോളും. ഉമ്മ പറഞ്ഞപ്പോൾ കുടിക്കാരത്തി നേർച്ചയാക്കിയതാണ്. വിധേയികളോടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എടത്തനാട്ടര ഭാഗത്ത് നിന്ന്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ശരീരത്തിൽ നിന്ന്, ചർമ്മത്തിൽ നിന്ന് മുഴുവൻ അരിമ്പാറയും കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് വളരെ വ്യക്തമായ അനുഭവങ്ങൾ ഇവരുണ്ടാകുമ്പോൾ വിശ്വാസമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ 2004 ഇവിടുത്തെ റോഡ് വികസനം ഉണ്ടാകുന്നത്. ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരാൻ പോലും ഈ സ്ഥലത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഒഡോല അറിയില്ലായിരിക്കും. ഉടമലയേക്കാൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഒഡോല എന്ന പ്രദേശമാണ്. ആളുകൾക്ക് ഈ നാടിനെ കുറിച്ചറിയാം, ഈ മഹാനെ കുറിച്ചറിയാം. ഇത് എവിടെയെന്ന് അറിയില്ല. പരിസര ഭാഗങ്ങളിൽ ഒഴിച്ചിട്ടോ ബാക്കിയുള്ളവർക്ക് ഇത് അറിയില്ല. അവരൊക്കെ വലിയ സംഭാവനകൾ നേർച്ചയാക്കുന്നു. വർഷങ്ങളിൽ ഇങ്ങനെ വ്യാജ പിരിവാര് ചെന്ന് അത് വാങ്ങി സ്വന്തം ചെലവിലേക്ക് ഇത് ഇവിടേക്കൊന്നും അവർ വരിക, പരിസരത്തേക്കേ വരൂല. കാരണം എങ്ങനെയെങ്കിലും അറിഞ്ഞു പിടിച്ചാൽ പിടിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അത്തരം ആളുകൾ പിരിച്ചു നടക്കാറുണ്ട്. അപ്പം ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു ഈ ചരിത്ര ശേഖരണത്തെക്കുറിച്ചും. അങ്ങനെ അന്ന് ഇവിടെ 1990 നടന്ന ആ വിപുലീകരണ പുതിയ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചരിത്രം ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ചുമതലപ്പെടുത്തപ്പെട്ടു. അങ്ങനെ അന്ന് ജീവിച്ച നമ്മുടെ പഴയ തലമുറക്കൊക്കെ ഏറ്റവും കൂടുതൽ അറിയുന്ന ബഹുമാനപ്പെട്ട ബാപ്പുമല്ല ഇവിടുത്തെ പ്രദേശത്തെ മിക്ക കാരണവന്മാരുടെയും അതുപോലെ നമ്മുടെയൊക്കെ വലിയമാരുടെയൊക്കെ ഉസ്താദായിരിക്കുന്ന ബഹുമാനപ്പെട്ടവർ സത്യസന്ധമായി അദ്ദേഹത്തിൽ നിന്ന് അറിയുന്ന കാര്യങ്ങൾ ശേഖരിക്കാമെന്ന് കരുതിയ അദ്ദേഹത്തെ, അതുപോലെ തന്നെ പുളിക്കാടൻ കുഞ്ഞാമു ഹാജി, അതുപോലെ തന്നെ തൊങ്ങത്ത് പോക്കർ ഹാജി, അവരൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളുകൾ. അവരോടൊക്കെ വേറെ ഒരു രേഖയുമില്ല, ഒന്നുമില്ല. ഇവരോട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു, നിങ്ങളൊക്കെ എങ്ങനെ ഇത് അറിഞ്ഞത് എന്ന് പറയുമ്പോൾ അവരൊക്കെ പറയും, അദ്ദേഹം എത്ര കാലമാണെന്ന് ആർക്കും പ്രത്യേകമായി തിട്ടമായി ഒരു ഏകദേശ കണക്ക് പോലും പറയാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ചരിത്രങ്ങൾ ബഹുമാനപ്പെട്ടവർ ആരുമില്ലാത്ത ഈ പ്രദേശത്ത്, ഇതിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെ ഒരു തോട് ഒഴുകുന്നുണ്ടല്ലോ, ഏതാനും വീടുകൾ മാത്രം ഉള്ള ഈ പ്രദേശത്ത് ഇഴജന്തുക്കൾ, അതുപോലെ തന്നെ അല്ലറ ചില്ലറ വന്യമൃഗങ്ങളൊക്കെ ഉള്ള, ആരും വന്നെത്താത്ത, എത്തി നോക്കാത്ത ഈ സ്ഥലത്ത് ഇവിടെ ഒരു പ്രസിദ്ധമായിരിക്കുന്ന കാഞ്ഞിരമുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ റബ്ബുൽ ഇസ്സത്തിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അന്നത്തെ ഏറ്റവും കൂടുതൽ വലിയ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളെ കൊണ്ടുപോയ മഹാമാരിയാകുന്ന വസൂരി
കുരുപ്പ് എന്ന് പറയുന്ന രോഗം, ആ രോഗം അദ്ദേഹത്തിന് പിടിപെട്ടുകൊണ്ട് ഏകാഗിയായി ഇവിടെ വെച്ച് വഫാത്തായി എന്നും അതിൻ്റെ ശേഷം അദ്ദേഹം ഇവിടെ കടക്കുമ്പോൾ അങ്ങനെ ദിവസങ്ങളോളം കടന്നു, ആരും അറിഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ചൊക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടുത്തുള്ള ഏതാനും വീടുകൾ അവരുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അവരിൽ നിന്ന് കുറച്ച് അരിയും അതുപോലെ തന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന ഈ ഉണങ്ങിയ അയില അത് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ വെച്ച് പാകം ചെയ്ത് കഴിക്കാറുണ്ടായിരുന്നു. ഈ ചരിത്രത്തിൻ്റെ പേരിലായിരിക്കണം വയനാട് മടക്കിമല, അതുപോലെ തന്നെ കുമ്പടാജ തുടങ്ങിയ കർണാടകയിലും അതുപോലെ തന്നെ ഈ വയനാട് ജില്ലയിലെയും നാട്ടിലെ ഈ മൗലിദ് കഴിഞ്ഞാൽ ഈ അയില വിതരണം ചെയ്യുന്നതിൻ്റെ സിറ് അതാണ് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. അതവർ ചെയ്തിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായ കഥ ചരിത്രത്തിൽ പറയുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആ സംഭവം ഉണ്ടായി, അദ്ദേഹത്തിൻ്റെ ജനാസ അങ്ങനെ ദിവസങ്ങളോളം കടന്ന് ഈ നാടിൻ്റെ പരിസരത്തുള്ള ആളുകൾക്ക് സ്വപ്നത്തിലൂടെ ബഹുമാനപ്പെട്ടവർ വഫാത്തായ കാര്യം അവർ സ്വപ്നത്തിലൂടെ അറിയുകയും അവർ വന്നുകൊണ്ട് ആ സ്വപ്നത്തിൽ അറിയിച്ചതുപോലെ തന്നെ വളരെ ആദരവോടുകൂടെ അദ്ദേഹത്തിൻ്റെ ജനാസ ഖബറടക്കം ചെയ്യപ്പെടുകയും പിന്നീട് വിസ്മരിക്കപ്പെട്ട രീതിയിൽ കുറേ കാലം കടക്കുകയും ഇതിൻ്റെയൊക്കെ ഈ ഭാഗത്തുള്ള ഭൂമിയുടെയൊക്കെ ജമ്മിമാരായിരിക്കുന്ന വടക്കേ കോലകം എന്നൊക്കെ പറയുന്ന കുടുംബപ്പോഴും ഉണ്ട്, അവരുടെയൊക്കെ അവശിഷ്ടങ്ങളും ഉണ്ട്. പലർക്കും ഒരുപാട് ആളുകൾ ഈ നാടിൽ നിന്നൊക്കെ ഒഴിവായി വലിയ നഗരപ്രദേശങ്ങളിലൊക്കെ കുടിയേറിയിട്ടുണ്ടെങ്കിലും ആ കുടുംബമായിരുന്നു ഇവിടെ കൃഷി ചെയ്തിരുന്നെന്നും ഇവിടെയുള്ള കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ കന്നുകളെ കൊണ്ട് പൂട്ടി ആ കൃഷി യോഗ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കന്നുകാലികൾ പൂട്ടിയിരുന്ന ആ കന്നുകൾ ആ മക്ബറയുടെ അടുക്കൽ അതിൻ്റെ അടച്ചുകളങ്ങളൊക്കെ ആധാറുകളൊക്കെ മാഞ്ഞിപ്പോയി കൊണ്ടിരുന്നു. അവിടെ വന്ന് നിൽക്കുകയും മുന്നോട്ട് എത്ര തൊളിച്ചിട്ടും കന്നുകൾ മുന്നോട്ട് നീങ്ങാതെ ഇരിക്കുകയും അങ്ങനെ നുകമഴിച്ചവിടുന്ന് കന്നുകളെ അഴിച്ചുവിടുകയും ചെയ്ത അന്ന് രാത്രി പൂട്ടിയിരുന്ന ആളുകൾ കിനാവ് കണ്ടതായ വിഷയവും വീണ്ടും അദ്ദേഹം ആ സ്ഥലം ആ പരിസരം ബഹുമാനപ്പെട്ടവരുടെ മക്ബറ അത് ജനങ്ങൾ ആദരിക്കുന്ന വിധം അറിയപ്പെടുന്ന വിധം കെട്ടി ശക്തമാക്കാനുള്ളതായിരിക്കുന്ന സ്വപ്നത്തിലൂടെയുള്ള അറിയിപ്പുണ്ടാവുകയും വന്ന് പരിശോധിച്ചപ്പോൾ പഴയ ആ ഖബറിൻ്റെ ആ കല്ലുകളുടെയൊക്കെ അവശിഷ്ടം കാണുകയും ആ ഭാഗം കെട്ടി ശരിപ്പെടുത്തുകയും ചെയ്തായിരിക്കുന്ന ചരിത്രം, ആ ചരിത്രം അതൊക്കെ ഇവർ ഈ കാരണവന്മാർ പറഞ്ഞു തന്നിരുന്നു. ബഹുമാനപ്പെട്ട ബാബുമല്ല നവർ അല്ലാഹു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിൻ്റെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരാണെന്ന് പറഞ്ഞത് മഹാനവറുകളെ കുറിച്ചുള്ള ഒരു മാല വളരെയധികം പ്രശസ്തമായ രീതിയിൽ നാടുകളിലൊക്കെ ചൊല്ലി വന്നിരുന്നു. അത് ഈ പരിസരത്തുള്ള ഏതൊരു പണ്ഡിതനായ, അന്ന് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ മുല്ലാമാരാണ് അവർ വലിയ മുല്ല എന്ന് പറഞ്ഞാൽ തന്നെ അത് ഫാർസി പദാണല്ലേ, മുല്ല പണ്ഡിതൻ എന്ന അർത്ഥത്തിനാണ്. അപ്പോൾ അവരങ്ങനെ രചിച്ചിരുന്നു. അന്വേഷിച്ചാൽ ഒരു പക്ഷേ അതിൻ്റെ കോപ്പി കണ്ടെത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അമ്മിനിക്കാട് അതുപോലെ തന്നെ പാലോളിപ്പറമ്പ് അവിടെയൊക്കെ എല്ലാ പണ്ഡിത കുടുംബങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. പിന്നീട് അതിൻ്റെ കാര്യമായ അറിവൊന്നും കിട്ടാതെ അതങ്ങനെ കടന്നു. കുറേ കാലം അതങ്ങനെ വിസ്മരിക്കപ്പെട്ട രീതിയിലൊന്നും കാര്യമായി ഒന്നും കിട്ടാതെ പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കുഞ്ഞാമു ഹാജി പറഞ്ഞു, എൻ്റെ വീട്ടിൽ ആ മാലയുടെ ഒരു കോപ്പി ഉണ്ടാവാൻ സാധ്യത ഉണ്ട്, എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഒഴിവുള്ള ഒരു ദിവസം വരണം എന്ന് പറഞ്ഞാൽ ജാമ്യയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാല അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഞാൻ ഒഴിവുള്ള ഒരു ദിവസം ചെല്ലുകയും അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ അലമാരയുള്ള കിതാബുകളും കടലാസുകളും ആധാരങ്ങളൊക്കെ മൊത്തം അഴിച്ച് പരിശോധിച്ചെങ്കിൽ കിട്ടിയില്ല. നിരാശയായി തിരിച്ചു പോരുക ചെയ്തത്. അങ്ങനെ ഇരിക്കെ ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് നവറല്ലാഹു മർക്കദ മഹാനവറുകളെ നമ്മൾ ഒരു സന്ദർഭത്തിൽ ഇവിടുത്തെ കാദിയായി, നമ്മുടെ മഹലിൻ്റെ കാദിയായി നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം കുറേയൊക്കെ ഉണർവ് നമ്മുടെ മക്ബറയിൽ പല നിലക്കുള്ള ഉണർവുകളും ഒക്കെ ഉണ്ടായി. കൂടുതൽ പ്രചരണങ്ങളും ഇതൊക്കെ നടന്നു. അങ്ങനെ ഉഷാറായി വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇതേ സമയം തന്നെ ബഹുമാനപ്പെട്ട കമ്മു സൂഫി നവറല്ലാഹു മർക്കദ അവിടെ പ്രിൻസിപ്പാളുമാണ് ആ സ്ഥാപനത്തിൻ്റെ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഫൈസി നിങ്ങൾ ഈ ഉടമലയുടെ ഒരു ചരിത്രങ്ങളൊന്ന് ശേഖരിച്ചിൻ്റെ അടുത്ത് തരണം, അതൊക്കെ നമുക്കൊരു ബുക്കോ
അതുപോലെ തന്നെ മനാഖിബായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് എന്നത് ഏൽപ്പിച്ചു. അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയത് പ്രകാരം മുമ്പ് ഞാൻ ശേഖരിച്ചു വെച്ചതായിരിക്കുന്ന അറിവെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഏതാനും പേജുകൾ എഴുതി ആ കോപ്പി ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു. അദ്ദേഹം നോക്കിയപ്പോൾ ഏതാനും ഒരു 5-6 പേജുകളാണ് ആകെ എനിക്ക് കാരണം ചരിത്രമാണ്. എന്തെങ്കിലും ഒന്ന് നമ്മൾ കേട്ടുകേൾവിയുടെ പേരിൽ അവാസ്തവമായ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കാലാകാലം അത് ചരിത്രമായി കിടക്കും. വളരെയധികം അപകടം പിടിച്ചൊരു ഏർപ്പാടാണത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട് ആധികാരികമായ രേഖയില്ലാതെ വിശ്വസ്തമല്ലാത്ത രീതിയിൽ അത് ശേഖരിക്കാൻ പറ്റൂല. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ആതിര്യങ്ങളാണ് നീതിമാന്മാരായ ആളുകൾ ഇന്നത് ശേഖരിച്ചത്. അദ്ദേഹത്തിന് ഞാൻ എഴുതി രേഖപ്പെടുത്തി കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താ നമ്മൾ ഇതുകൊണ്ട് ചെയ്യുക, ഇതൊരു പുസ്തകമോ അതല്ലെങ്കിൽ മനാക്കിബോ എഴുതാൻ മാത്രം ഇതിലൊന്നും ഇല്ലല്ലോ ഫൈസി, ഇനി എന്താണ് ചെയ്യാന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങി വെച്ചു. ഏതാനും ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ബഹുമാനപ്പെട്ടവർ വഫാത്തായതിന് ശേഷം പിന്നീട് ആ കൊടുത്ത കോപ്പി, അതിൻ്റെ കോപ്പി ഞാൻ സൂക്ഷിച്ചിരുന്നില്ല. വീണ്ടും ഞാൻ തെയ്യോട്ടറിൽ അവിടെ ചെന്ന് കമ്മിറ്റിയോട് അന്വേഷിച്ചു. ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദിൻ്റെ അടുക്കൽ ഞാൻ അങ്ങനെ ഒരു കോപ്പി ഇവിടുത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായി കൊടുത്തിരുന്നു, അത് നിങ്ങളൊന്ന് തിരഞ്ഞെടുത്ത് തരണമെന്ന് പറഞ്ഞ് നമ്മൾ നോക്കാൻ പരിശ്രമിക്കാമെന്ന് പറഞ്ഞു. അവർ അടുത്ത രേഖകളൊക്കെ പരിശോധിച്ച് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. പിന്നെ ആഴ്ചകൾ കഴിഞ്ഞ് അത് അന്വേഷിച്ചു, അവിടുന്ന് അവർക്ക് ആ സാധനം പിന്നീട് കിട്ടിയില്ല. അങ്ങനെ ഏറ്റവും ഒടുവിൽ അങ്ങനെ ആ ശ്രമവും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മൂന്നാമത്തെ ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായ ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളിങ്ങനെ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട കമ്മിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നേർച്ചക്കാലം തുടങ്ങുന്ന ഇതുപോലെയുള്ള ഒരു കാലത്ത് നേർച്ചയുടെ പ്രചരണവുമായി മഹല്ല് കമ്മിറ്റി ഒരുപാട് ഇങ്ങോട്ട് വെട്ടി വരുന്ന നാടുകൾ, അവർക്കൊക്കെ ഈ നാടിനെ കുറിച്ച് അറിയാം, ഇവിടുത്തെ സുഖപ്രസിദ്ധി അവരെ നമുക്കിത് ഇഷ്ടം പോലെ നേരത്തെ നമ്മുടെ ഷാഹിദ് ഉദവി പറഞ്ഞതുപോലെ അവരുടെയൊക്കെ നേരനുഭവങ്ങൾ ധാരാളമായി അവർ നമുക്ക് പറഞ്ഞു തരും. പെട്ടി വരുന്നതിന് മുമ്പ് ഒരുപാട് മഹല്ലുകൾ എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഓതിയതും അല്ലാത്ത നിലക്ക് പരിചയമുള്ള മഹല്ലത്തുകളിൽ 4 മാസം ഇവിടെ നേർച്ചയാകാനുള്ള കാരണം തന്നെ ഓരോ നാടുകളും ആ നാടിൻ്റെ മഹല്ല് കൂടി തീരുമാനിക്കുക എന്നിങ്ങോട്ട് പെട്ടി വരണമെന്ന്. അതിനൊരു കാലം ഇതൊന്നുമില്ല, ഒരു നിശ്ചിത സമയമൊന്നുമില്ല. അതുകൊണ്ട് അത് 4 മാസമായത്. അങ്ങനെ ഒരു ദിവസം അവരെ നിശ്ചയിച്ച് ബഹുമാനപ്പെട്ടവരുടെ പേരിൽ നേർച്ച നടക്കുന്ന ഒരുപാട് മഹല്ലുകൾ ഇപ്പോഴുമുണ്ട്. അത് പഴയ കാലത്ത് ഇതിനേക്കാളൊക്കെ ഉപരി വളരെ ആദരവോടുകൂടി പരിസരത്തുള്ള അവരുടെ കൂട്ടുകുടുംബങ്ങളെയൊക്കെ വിളിച്ച് വളരെ ആഘോഷത്തോടു കൂടി ആ വീട്ടിൽ മൗലിദ് പാരായണവും അതുപോലെ തന്നെ പ്രത്യേക ഭക്ഷണമുണ്ടാക്കുന്നു. ഒരുപാട് പത്തിരി, എത്രയോ കൊട്ടകൾ ശേഖരിച്ച് നമുക്കൊക്കെ പഴയ കാലത്തുള്ള ആളുകൾക്കറിയാം. നേർച്ചയാക്കപ്പെട്ട കോഴിയുടെ കുറകുകൾ ഇവിടേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന് ഒരുപാട് കൊട്ടകളായി കൊണ്ടുവരാനുള്ള കാരണം ഓരോ വീടുകളിലും വളരെ താല്പര്യപൂർവ്വം ആഘോഷപൂർവ്വം കൂട്ടുകുടുംബങ്ങളൊക്കെ വിളിച്ച് മൗലിദ് നടത്താറാണ് പതിവ്. അപ്പം ഈ വിഷയം മഹല്ലിൽ പ്രചരണം നടത്തുന്നതിന് വേണ്ടി നമ്മളെ മഹല്ല് കമ്മിറ്റി ഓരോ മഹല്ലിലും പര്യടനം നടത്താറുണ്ട്. അങ്ങനെ നടത്തുന്ന കൂട്ടത്തിലാണ് നമ്മുടെ അടുത്ത വളരെ ആഘോഷത്തോടുകൂടെ ഇന്നും വരുന്ന നാട്യമംഗലം ആ ഭാഗത്ത് നിന്ന് കണ്ണൂർ താമസമുള്ള ഒരു മുഹമ്മദ് അലി മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ യാദൃശികമായ അദ്ദേഹത്തിൻ്റെ കുടുംബ നാട്യമംഗലാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവ് ഞങ്ങളുടെ നാട്ടിൽ ഓരോ വീടുകളിലും പ്രത്യേക നേർച്ചക്കാലമാകുമ്പോൾ വീടുകളിൽ അദ്ദേഹത്തിൻ്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് ഫരീദ് മാല ചൊല്ലിക്കാറുണ്ട്. ഓരോ വീടിലും നേർച്ചപ്പാട്ട് എന്ന പേരിലുള്ള ഫരീദ് മാല ചൊല്ലിക്കാറുണ്ട്. അതിൻ്റെ കോപ്പി എൻ്റെ കൈവശം കണ്ണൂര് എവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് അവിടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കമ്മിറ്റി തന്നെ വൈകാതെ അത് ശേഖരിച്ചു, അത് കൈവശപ്പെടുത്തി. അതിൻ്റെ ഒരു കോപ്പി നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ശേഖരിച്ചു വെച്ച ആ ചരിത്രത്തോട് 100% ആത്മാർത്ഥത സത്യം പുലർത്തുന്ന രീതിയിൽ ആ ചരിത്രം നമുക്ക് കിട്ടി. അങ്ങനെ അൽഹംദുലില്ലാ അതങ്ങനെ കൈവശം കിട്ടിയപ്പോൾ ചരിത്രം അത് ഒരു ചരിത്ര രൂപത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായപ്പോൾ അന്ന് ഇവിടെ മുദരിസായി ജോലി ചെയ്യുന്ന നമ്മുടെ ചേകനൂരുണ്ടായിരുന്ന ബാക്കി എന്തിൻ്റെ പേര് അബ്ദുൽ നാസർ നസീർ ബാക്കവി
അദ്ദേഹത്തെ ചരിത്ര എഴുതുന്നതിന് വേണ്ടി അത് ചുമതലപ്പെടുത്തി അദ്ദേഹം ചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വകാര്യമായി എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഉത്കടമായൊരു ആഗ്രഹമായിരുന്നു ഈ ചരിത്ര ശേഖരണം. അദ്ദേഹം അത് ചരിത്രമായി ഒരു പുസ്തകമായി രേഖപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിച്ചതോടുകൂടെ തന്നെ ഞാൻ ചിന്തിച്ചത്, അതിനു മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മെയ്തുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ടവർ നമ്മുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ വരാറുണ്ട്, എല്ലാ പരിപാടികളിലും സംബന്ധിക്കാറുണ്ട്. ബഹുമാനപ്പെട്ട മുമ്പ് തന്നെ ഞാൻ ഒരു തവസ്സുലിൻ്റെ ബെയ്ത്ത് ബഹുമാനപ്പെട്ടവരെ കുറിച്ച് എഴുതിയിരുന്നു. ബഹുമാനപ്പെട്ട മെയ്തുട്ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ തന്നെ നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെ വിപുലമായ സദസ്സില തവസ്സുലിൻ്റെ ബെയ്ത്ത് ചൊല്ലിയിട്ടാണ് അവസാനം ദുആ ചെയ്തിരുന്ന അന്നത്തെ പരിപാടികളിലൊക്കെ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഈ മനാഖിബുകൾ ഉപയോഗപ്പെടുത്തി. ആ കോപ്പി വളരെ പ്രശസ്തമാണ്. അത് ഞാൻ നമ്മുടെ മുണ്ടക്കോട്ട് കൃഷിയുള്ള കേസ് മൗലവി അദ്ദേഹത്തിന് ഇത് എന്താണ് ശരിക്ക് ഈ മാലപ്പാട്ടിൻ്റെ യഥാർത്ഥ നിയമങ്ങളോടൊക്കെ നീതി പുലർത്തുന്നുണ്ട് അദ്ദേഹം. അത് അത്ഭുതപ്പെട്ടു. അത് രചിക്കപ്പെട്ട് വളരെ അതിൻ്റെ കമ്പിയും കഴുത്തും വാലിക്കമ്പിയും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെയാണ്. അതിൻ്റെ കോപ്പി തന്നെ കണ്ടാലും ആശ്ചര്യപ്പെട്ടു. ആ യഥാർത്ഥത്തിലുള്ള മലബാർ ഖത്തിൽ തന്നെ മനോഹരമായി എഴുതിയ പുസ്തകമായിരുന്നു അത്. ആ മാലപ്പാട്ട് ബഹുമാനപ്പെട്ട ആ മാസ്റ്ററിൽ നിന്ന് അദ്ദേഹത്തിന് അത് അൽഹംദുലില്ലാ അത് കിട്ടി. കണ്ടെത്തിയപ്പോൾ ഞാൻ അതിൻ്റെ മനാഖിബ് അറബി രൂപത്തിൽ അത് എഴുതിയാൽ വീടുകളിൽ ഇത്തരം മുസീബത്തുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഓതാൻ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ എന്ന് ഞാൻ ചിന്തിക്കുകയും അങ്ങനെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഇപ്പം ഇങ്ങനെ നേർച്ചയുമായി ബന്ധപ്പെട്ട് സമാപനത്തിൻ്റെ തുടക്കത്തിൻ്റെ അറിയില്ല, ആ പരിപാടി കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ മനാഖിബ് എഴുതി തീർത്ത് അത് അച്ചടിച്ചുകൊണ്ട് അത് ഈ ഇതുപോലെയുള്ള ഒരു സമ്മേളനത്തിൽ അത് പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹത്തിൽ ഞാൻ ആ മനാഖിബ് ബെയ്ത്തിൻ്റെ ഗദ്യത്തിലും പദ്യത്തിലുമായി അതൊക്കെ എഴുതി. അൽഹംദുലില്ലാ ഇവിടെ അങ്ങനെ എൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ടവരുടെ മഖാമിൽ വെച്ചുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഉദ്ദേശിക്കണം. കാരണം അതിനുള്ള കഴിവും അറിവും അതിൻ്റെ രീതിയൊന്നും അറിയില്ലെങ്കിലും ഞാൻ സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിനോട് എൻ്റെ ആ വലിയ ആഗ്രഹം മുൻനിർത്തി ദുആ ചെയ്ത് ഞാൻ അത് എഴുതാൻ തുടങ്ങി. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് സാധ്യമാക്കി തന്നു. അങ്ങനെ അത് എഴുതി പൂർത്തിയാക്കി. ചരിത്രം പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ മലയാളത്തിലുള്ള ചരിത്രം അന്ന് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല, അതങ്ങനെ കടന്നു. പക്ഷേ ഈ പറഞ്ഞ സമയത്തൊക്കെ അത് എഴുതി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അത് അച്ചടിക്കണമല്ലോ. അതിനൊരു അറബി ടൈപ്പിസ്റ്റിനെ അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ചെങ്കിലും ആര്യന് പറ്റുന്നവരെ കിട്ടിയില്ല. പിന്നീട് അത് ഞാൻ സ്വന്തം കൈപ്പടയിൽ തന്നെ എപ്പോഴും നമ്മളത് എൻ്റെ അങ്ങനെ എഴുതിയത് തന്നെയാണ്, നേരെ കയ്യെഴുത്താണത്. അത് എന്ത് ചെയ്തു, അങ്ങനെ മണ്ണാർക്കാടുള്ള യൂണിയൻ പ്രസ്സിൽ വെച്ച് ഞാൻ തന്നെ കൊണ്ടുപോയി അച്ചടിപ്പിച്ച് ആ പറഞ്ഞ സമയത്ത് തന്നെ അൽഹംദുലില്ലാ അത് എഴുതി പൂർത്തിയാക്കി. അങ്ങനെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. പിന്നീട് കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോൾ മൗലിദ് അതിൻ്റെ അർത്ഥം ആർക്കും അറിയില്ല. മാല പഴയകാല രീതിയിലാണ് അത് ചൊല്ലിയ. നമ്മുടെ കുട്ടികളൊക്കെ അത് ചൊല്ലി പഠിച്ചുകൊണ്ട് അത് പ്രത്യേകമായി കൂടുതൽ പ്രചരണം അതിന് കൊടുക്കണം. ആ മാലക്കൊക്കെ വളരെ മനോഹരമാണത്. അങ്ങനെ അത് നിർമ്മിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും അതിൻ്റെ ചരിത്രം മലയാള രൂപത്തിൽ ഒന്ന് എഴുതിയുണ്ടാക്കി ജനങ്ങൾക്ക് തിരിയുന്ന രൂപത്തിലാക്കണമെന്ന് ബഹുമാനപ്പെട്ട മഹല്ല് കമ്മിറ്റി വീണ്ടും എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ എഴുതിയ ആ മനാഖിബിന് അദ്ദുറുൽ മുഫീദ് ഫി മനാഖിബി ഷെയ്ഖ് ഫരീദ് എന്ന നാമത്തിൽ അത് രചിച്ച് സ്വന്തമായിട്ട് എഴുതിയുണ്ടാക്കി പ്രസിദ്ധീകരിച്ചതിന് ശേഷം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അച്ചടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് മുമ്പായി ആ ചരിത്രം മലയാളത്തിൽ തന്നെ ബഹുമാനപ്പെട്ട കമ്മിറ്റിയുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് വീണ്ടും അതും എഴുതിയിട്ട് രേഖപ്പെടുത്തിയതാണ് നമ്മുടെ കയ്യിലുള്ളത്. ചരിത്രം പറയുന്നില്ല, ആ ബുക്കിൽ തന്നെ അതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ ഞാൻ വിവരിക്കുന്നുണ്ട്. സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവരുടെ ഈ മഹത്വം ലോകത്തിന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി അറിയിക്കുന്നതിന് വേണ്ടി നമ്മൾ ശേഖരിച്ച ആ ചരിത്രം അത് ഉപയോഗപ്പെടുത്താനും ബഹുമാനപ്പെട്ടവരെ പോലത്തെ ഔലിയാക്കളെ സ്നേഹിച്ചുകൊണ്ട് അവരുടെ കാൽപ്പാടിലായി അവരുടെ പൊരുത്തത്തിലും അവരോടുള്ള മഹബത്തിലുമായി ജീവിച്ചുകൊണ്ട് അവരൊക്കെ കടന്നുപോയ പാതയിൽ ജീവിച്ച്
അവർ കടന്നുപോയ അവർ നേടിയതായിരിക്കുന്ന മഹത്വങ്ങളൊക്കെ കൈവരിച്ച് ജീവിക്കാനും മരിക്കുവാനുമുള്ള തൗഫീഖ് സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അബൂബക്കർ ഫൈലി ഉടമലക്കുള്ള ടോക്കൺ ഓഫ് ലവ് കൈമാറുന്നതിന് വേണ്ടിയിട്ട് കോളേജ് പ്രിൻസിപ്പൽ ഫവാസ് ഹുദവി ഉസ്താദ് അവരുടെ സാദരം ക്ഷണിക്കുന്നു.